ഗുരു, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കാര്യം? ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് മറു ചോദ്യമാണ് ആ ഗുരുവര്യൻ ചോദിച്ചത്. അത് ഇന്നാലിന്നൊരാളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആ ശിഷ്യൻ മറുപടി പറഞ്ഞു. അതിന് മറുപടിയായി, ചിലത് എനിക്കും അറിയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാനുള്ള അവസരം തരണോ വേണ്ടയോ എന്നാലോചിക്കാം, പോരെ? അവൻ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. ഗുരു ചോദിച്ചു തുടങ്ങി, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആളെക്കുറിച്ച് എന്നോട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇല്ല, ആ ശിഷ്യൻ മറുപടി പറഞ്ഞു. ആട്ടെ, ആ പറയൽ കൊണ്ട് എനിക്ക് വല്ല ഉപകാരവും കാണുമോ? അതിനും ഇല്ല എന്ന് തന്നെയായിരുന്നു അയാളുടെ മറുപടി. എനിക്കോ നിനക്കോ ഉപകാരമില്ല, ശരി. സമൂഹത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൊണ്ട്? അങ്ങനെ ചോദിച്ചാൽ ആർക്കും ഒരു ഉപകാരവും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും അയാളെക്കുറിച്ച് കേട്ടത് ഇവിടെ വന്ന് പറയാമെന്ന് കരുതി, അത്രമാത്രം. ഭവ്യതയോടെ ആ ശിഷ്യൻ പറഞ്ഞവസാനിപ്പിച്ചു. എനിക്കോ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ യാതൊരുവിധ ഉപകാരവുമില്ലാത്തൊരു കാര്യം പിന്നെ എന്തിനാണ് പറഞ്ഞു നടക്കുന്നത്? നിങ്ങളിൽ നിന്നും കേട്ട ഞാനത് മറ്റൊരാളോട് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല എൻ്റെ വിവരണം. കേൾവിക്കാരൻ അതൊരു മറ്റൊരർത്ഥത്തിൽ കേൾക്കുകയും ചെയ്യും. ഞാനൊരു ഉപദേശം തരാം. ഇനി അങ്ങോട്ടുള്ള കാലത്ത് മറ്റൊരാളെക്കുറിച്ച് കേൾക്കുന്ന വല്ല കാര്യവും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാലേ ആദ്യം ചിന്തിക്കേണ്ടത് എനിക്കോ ഇത് പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്കോ വല്ല ഉപകാരവും ലഭിക്കുന്നുണ്ടോ എന്നാണ്. എല്ലാ അർത്ഥത്തിലും ആർക്കും ഒരു ഉപകാരം ലഭിക്കുന്നില്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ ഒരു കാര്യം പിന്നീട് ആരോടും പറയാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഉപകാരമില്ല എന്നറിഞ്ഞിട്ടും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർക്കുക.